പ്രൈസ് ദ ലോർഡ്. സഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ജെറൂസലേമിന് ശിക്ഷ. ധിക്കാരിയും മലിനയും മർദ്ദകയുമായ നഗരത്തിന് ദുരിതം. അവൾ ആരു പറഞ്ഞാലും കേൾക്കുകയില്ല. അവൾ ശിക്ഷണത്തിന് വഴങ്ങുന്നില്ല. അവൾ കർത്താവിൽ ആശ്രയിക്കുന്നില്ല. തൻ്റെ ദൈവത്തെങ്കിലേക്ക് അവൾ തിരിയുന്നില്ല. അവളുടെ പ്രഭുക്കന്മാർ അവളുടെ മധ്യെ ഗർജിക്കുന്ന സിംഹങ്ങളാണ്. അവളുടെ ന്യായാധിപന്മാർ സന്ധിക്ക് ഇരപിടിക്കാൻ ഇറങ്ങുന്ന ചെന്നായ്ക്കളാണ്. അവ പ്രഭാതത്തിലേക്കും ഒന്നും അവശേഷിക്കുന്നില്ല. അവളുടെ പ്രവാചകന്മാർ ദുർമാർഗികളും അവിശ്വസ്തരുമാണ്. അവളുടെ പുരോഹിതന്മാർ വിശുദ്ധമായതിനെ അശുദ്ധമാക്കുന്നു. അവർ നിയമത്തെ കയ്യേറ്റം ചെയ്യുന്നു. അവളുടെ മധ്യയുള്ള കർത്താവ് കുറ്റമറ്റ നീതിമാനാണ്. എല്ലാ പ്രഭാതത്തിലും മുടങ്ങാതെ അവിടുന്ന് തൻ്റെ ന്യായം വെളിപ്പെടുത്തുന്നു. എന്നാൽ നീതിരഹിതന് ലജ്ജ എന്തെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ജനതകളെ വിച്ഛേദിച്ചു കളഞ്ഞു. അവരുടെ കോട്ടകൾ ശൂന്യമായിരിക്കുന്നു. അവരുടെ വീഥികൾ ഞാൻ ശൂന്യമാക്കി. അതിലെ ആരും കടന്നു പോകുന്നില്ല. അവരുടെ പട്ടണങ്ങൾ വിജനമാക്കപ്പെട്ടിരിക്കുന്നു. ഒരുവൻ പോലും അവിടെ വസിക്കുന്നില്ല. തീർച്ചയായും അവൾ ഭയപ്പെടും. അവൾ ശിക്ഷണം സ്വീകരിക്കും. ഞാൻ അവളുടെ മേൽ വരുത്തിയ ശിക്ഷകൾ അവൾ കാണാതെ പോവുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ കൂടുതൽ ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ അവർ ഉത്സുകരായതേ ഉള്ളൂ. കർത്താവ് അരുളി ചെയ്യുന്നു, അതുകൊണ്ട് സാക്ഷ്യം വഹിക്കാൻ ഞാൻ വരുന്ന ദിവസം വരെ എന്നെ കാത്തിരിക്കുക. എൻ്റെ രോഷവും കോപാഗ്നിയും വർഷിക്കാൻ ജനതകളെയും രാജ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അസഹിഷ്ണുവായ എൻ്റെ ക്രോധാഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിക്കും. രക്ഷയുടെ വാഗ്ദാനം. കർത്താവിന്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏക മനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. എത്യോപ്യയിലെ നദികൾക്കപ്പുറത്തു നിന്ന് എൻ്റെ അപേക്ഷകർ എൻ്റെ ജനത്തിനു നിന്ന് ചിതറിപ്പോയവരുടെ പുത്രിമാർ എനിക്ക് കാഴ്ചകൾ കൊണ്ടുവരും. നീ എന്നെ ധിക്കരിച്ചു ചെയ്ത പ്രവൃത്തികൾ നിമിത്തം നിന്നെ ഞാൻ അന്ന് ലജ്ജിതരാക്കുകയില്ല. എന്തെന്നാൽ നിന്റെ മധ്യ നിന്ന് വൻപ് പറയുന്ന അഹങ്കാരികളെ ഞാൻ നീക്കിക്കളയും. നീ എൻ്റെ വിശുദ്ധ ഗിരിയിൽ വെച്ച് ഒരിക്കലും അഹങ്കരിക്കുകയില്ല. ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിന്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. ഇസ്രായേലിൽ അവശേഷിക്കുന്നവർ തിന്മ ചെയ്യുകയില്ല, വ്യാജം പറയുകയില്ല. അവരുടെ വായിൽ വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടായിരിക്കുകയില്ല. അവർ സുഖമായി മേയുകയും വിശ്രമിക്കുകയും ചെയ്യും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക. ഇസ്രായേലെ ആർപ്പു വിളിക്കുക. ജെറൂസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവ് കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറൂസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തന്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. അത് ഉത്സവ ദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം ഉതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. നിന്റെ മർദ്ദകരെയെല്ലാം അന്ന് ഞാൻ ശിക്ഷിക്കും. മുടന്തരെ ഞാൻ രക്ഷിക്കും. പുറന്തള്ളപ്പെട്ടവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. അവരുടെ ലജ്ജയെ ഞാൻ സ്തുതിയും ഭൂമി മുഴുവൻ വ്യാപിച്ച് കീർത്തിയുമാക്കും. അന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് ഞാൻ നിങ്ങളുടെ സ്വദേശത്തേക്ക് കൊണ്ടുവരും.
നിങ്ങൾ കാണുകെ നിങ്ങളുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കുമ്പോൾ നിങ്ങളെ എല്ലാ ജനതകളുടെയും ഇടയിൽ ഞാൻ പ്രഖ്യാപിതരും പ്രകീർത്തിതരും ആക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, സെഫനിയായുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ദൈവം രക്ഷിക്കുന്ന ചരിത്രമാണ് തരുന്നത്. നമ്മുടെ പഴയ കാര്യങ്ങളിലേക്കല്ല കടക്കുന്നത്. അവിടെ നിന്ന് നമ്മുടെ തിന്മകളെല്ലാം മറക്കുന്നു. ദൈവം നമ്മെ രക്ഷിക്കുന്നു. ദൈവമേ, ഈ മക്കളെ അങ്ങ് രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ ആ വചനത്തിന്റെ ശക്തി ഞങ്ങൾ മനസ്സിലാക്കട്ടെ. സെഫനിയ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനതയെ മുഴുവൻ രക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിലേക്ക്, ഞങ്ങളെ രക്ഷിക്കുന്ന സ്നേഹത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ വചനഭാഗം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ വചനം കേൾക്കുന്ന പല മക്കളോടും കൂടെ കടന്നു വരുന്നതായി ഈ വചനം ഞാൻ വായിക്കുമ്പോൾ ഓർമ്മ വന്നു. ദൈവത്തിൻ്റെ രക്ഷ ധാരാളമായി കണ്ട ദിവസങ്ങളായിരുന്നു ഈ ദിവസങ്ങളെല്ലാം. ഞങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ കടബാധ്യതയിൽ നിന്ന്, നിങ്ങളുടെ ദുരിതങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കും. അതിനിതാ ക്രിസ്തുവിലൂടെ, യേശുവിലൂടെ കടന്നു വന്നു. ആ യേശു നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്.